നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തികഞ്ഞ അസംബന്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി RSSുമായി ADGP ധാരണയുണ്ടാക്കാൻ പോയെന്നുള്ള VD സതീശന്റെ കള്ളപ്രചാരണം അസംബന്ധമെന്ന് മാത്രം പറഞ്ഞുകൂടാ. അതുക്കും മേലെയാണ് ആ പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. ഏതെങ്കിലും ADGPയെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധമുണ്ടാക്കേണ്ട കാര്യം മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ഗതികേട് CPM എന്ന പാർട്ടിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സതീശന്റെയും സുധാകരന്റെയും അടക്കമുള്ള പല ആരോപണങ്ങളും CPM എന്ന പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി വെച്ചു പുലർത്തുന്ന സമീപനമാണ് ഇവിടെ നിഴലിക്കുന്നത്. ആ തകർച്ച സ്വപ്നം കാണുന്നവരാണ് RSSും. ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം പൊരുതി തോൽപ്പിച്ച് തന്നെയാണ് CPM ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രതികരിച്ചു. ശരിക്കും തൃശ്ശൂരിൽ RSSുമായി ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നുള്ളത് വസ്തുതാപരമായ കാര്യങ്ങളെ മുൻനിർത്തി MV ഗോവിന്ദൻ മാഷ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നേമം തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ജയിച്ചതൊക്കെ കോൺഗ്രസ് വിട്ടുകൊടുത്ത വോട്ടിന്റെ പുറത്താണ്. അപ്പോൾ പിന്നെ ഇവിടെ ആരാണ് ബന്ധമുണ്ടാക്കാൻ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഈ പറഞ്ഞതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് CPI ബന്ധം സ്ഥാപിച്ചതൊക്കെ പറയാനാണ് സതീശനും അവരുടെ അണികൾക്കും കൂടുതൽ താല്പര്യം. ഇവരുടെ താല്പര്യങ്ങൾക്ക് കുടപിടിക്കാൻ ചില മാധ്യമങ്ങളും ഒപ്പമുണ്ട്. MV ഗോവിന്ദൻ മറ്റൊരു കാര്യം കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വീക്ഷണത്തിന്റെ പത്രാധിപരായിരുന്ന KL മോഹനവർമ്മ BJPയിൽ ചാടിയ ദിവസം തന്നെയാണ് VD സതീശൻ RSS CPI ബന്ധമുണ്ടാക്കുന്ന കള്ളപ്രചാരവേല നടത്തുന്നതെന്ന് PV അൻവർ കൊടുത്തിരിക്കുന്ന പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു വരികയാണ്. പരാതിയിൽ പറഞ്ഞിട്ടുള്ള സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇനി വേണ്ടത്. പോലീസിലെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള DGP നേതൃത്വം നൽകുന്ന സംഘത്തെയാണ് അന്വേഷണത്തിനായി ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം ലഭിക്കുകയും എന്നാൽ തോക്കിൽ കയറി വെക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് പുലർത്തുന്നത്. ആ റിപ്പോർട്ടിൽ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നൽകേണ്ടത്. അല്ലാതെ ക്ഷമമുട്ടി CPMനെതിരെ ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിക്കുന്ന നിലപാടല്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ട് വരേണ്ടത്. തെറ്റായ നടപടിക്രമങ്ങൾ ഏത് ഉന്നതന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെ കർശനമായ നടപടിയാണ് CPM സ്വീകരിക്കാൻ പോകുന്നത്. P ശശിയെ സംബന്ധിച്ച് ഒരു പരാതിയും PV അൻവർ പാർട്ടിക്ക് ഇതുവരെ എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ പരിശോധന നടത്തേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ലെന്നും 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ എടുക്കുമെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ PV അൻവർ ഇത്തരത്തിലല്ല നിലപാട് സ്വീകരിക്കേണ്ടതെന്നും പരസ്യമായി പറയുകയല്ല വേണ്ടതെന്നും MV ഗോവിന്ദൻ എടുത്തു തന്നെ പറയുന്നുണ്ട്. ശരിക്കും പ്രതിപക്ഷത്തിന് ഇപ്പോൾ സ്വന്തമായി ഒരു രാഷ്ട്രീയ നിലപാട് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അൻവർ പറയുന്നത് കേട്ട് സമരത്തിനിറങ്ങേണ്ടി വരുന്നത്. പോലീസിനെതിരെ പല പ്രശ്നങ്ങളും പാർട്ടിയോടൊപ്പം ചേർന്ന് നിലകൊള്ളുന്നവരും അല്ലാത്തവരും പറയുന്നുണ്ട്. തൃശൂർ പൂരം കോലാഹലമാക്കാനുള്ള നീക്കം സംഭവിച്ചു എന്ന ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു.